വെൽക്കം ടു SB കിച്ചൺ. ഇന്ന് നമ്മളിവിടെ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ബട്ടർ മിൽക്ക്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ, 1 ഗ്ലാസ് പാലിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ച് എടുത്തതാണിത്. അല്ലെങ്കിൽ അധികം പുളിക്കാത്ത 1/2 ഗ്ലാസ് തൈരിൽ 1/2 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അത് യൂസ് ചെയ്താലും മതി. പിന്നെ 3/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 3/4 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, വാനില എസൻസ് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം മൈദ, കോൺഫ്ലവർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. 3 തവണ ഇതുപോലെ അരിച്ചെടുക്കുക. ഇനി നമുക്ക് ബട്ടർ മിൽക്കും വെജിറ്റബിൾ ഓയിലും മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സി ഉപയോഗിച്ചും ബീറ്റ് ചെയ്യാം. മിക്സി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. കൂടുതൽ ബീറ്റ് ചെയ്യുമ്പോൾ ചൂട് വരും. അതുകൊണ്ട് ഇത് ചൂടാകാൻ പാടില്ല. ഇത് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യുക. ഇനി ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ചു വെച്ച കേക്ക് ഫ്ലോർ കുറച്ചായി ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്കിംഗ് മോൾഡിലേക്ക് ഒഴിക്കാം. കേക്കിൻ്റെ ബാറ്റർ നന്നായി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്കിംഗ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനു മുന്നേ ഈ കേക്കിംഗ് മോൾഡ് ബട്ടറിലോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്യണം. അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും അതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം കേക്കിംഗ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലുള്ള എയർ ബബിൾസ് പോകാൻ നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് ഉപ്പിട്ട് അതിലൊരു സ്റ്റാൻഡും വെച്ച് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അതിലേക്ക് വെച്ച് 30 to 45 മിനിറ്റോളം മൂടി വെച്ച് ഇത് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് തയ്യാറായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കേക്കിന് വേണ്ടുന്ന ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, ഒരു പാത്രം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
പഞ്ചസാര ഫുള്ളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെഫ്രിജറേറ്റ് ചെയ്യാം. അങ്ങനെ കേക്ക് നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മേലെയുള്ള ബട്ടർ പേപ്പർ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിനെ നമുക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 3 ലെയറായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും മുകളിലത്തെ പീസാണ് ഞാൻ ഇവിടെ അടിയിൽ വെച്ചിട്ടുള്ളത്. അടിയിലത്തെ പീസ് ഏറ്റവും മുകളിലും വരും. എന്നാൽ മാത്രമേ നമുക്ക് ലെവലായിട്ട് കിട്ടുകയുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ക്രീമാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിത് ലെവലാക്കി എടുക്കാം. ഇങ്ങനെ ഇതിൽ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ വെച്ച് നമുക്ക് ഇതുപോലെ വീണ്ടും ക്രീം അപ്ലൈ ചെയ്യാം. ഇതിനും ക്രീം പുരട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ലെവലാക്കി എടുക്കാം. ക്രീം നന്നായി ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്ക് കേക്കിൻ്റെ മേലെയും സൈഡിലേക്കും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വൈറ്റ് ചോക്ലേറ്റ് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇത് ഇനി നമുക്ക് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. കേക്ക് ഉണ്ടാക്കിയ അന്ന് തന്നെ കഴിക്കുന്നതിനേക്കാളും ബെറ്റർ പിറ്റേ ദിവസം കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കേക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ച് നോക്കാം. കേക്ക് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. കേക്ക് നന്നായി വന്നിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുണ്ട്. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.